ഒരു ഇടവേളയ്ക്ക് ശേഷം റഷ്യ യുക്രൈൻ യുദ്ധം പുതിയ തലത്തിലേക്ക് നീങ്ങുകയാണ്. ഇപ്പോൾ റഷ്യ തങ്ങളുടെ പക്കലുള്ള മാരക പ്രഹരശേഷിയുള്ള ഗ്ലൈഡ് ബോംബുകൾ ഉപയോഗിച്ചാണ് യുക്രൈനെതിരെ ആഞ്ഞടിക്കുന്നത്. സോവിയറ്റ് യൂണിയൻ കാലത്ത് ഉപയോഗിച്ചിരുന്ന ഒരു ചെറിയ ബോംബ് കൂടുതൽ പ്രഹരശേഷിയുള്ള ഗ്ലൈഡിംഗ് ബോംബാക്കി ഉപയോഗിച്ചിരിക്കുകയാണ്. ഇത് ശത്രുരാജ്യത്ത് പതിച്ചാൽ 15 മീറ്റർ ചുറ്റളവിൽ ചാമ്പലാകുന്ന തരത്തിലാണ് പുനർനിർമ്മാണം നടത്തിയിരിക്കുന്നത്. FAB 1500 എന്ന് പേരിട്ടിരിക്കുന്ന ഗ്ലൈഡിംഗ് ബോംബുകൾ ഫൈറ്റർ ജെറ്റുകൾക്ക് മുകളിൽ ഘടിപ്പിച്ച് വളരെ ഉയരത്തിൽ നിന്ന് ഭൂമിയിലേക്ക് പതിപ്പിക്കുകയാണ് ചെയ്യുന്നത്. 1.5 ടൺ ഭാരമുള്ള ഇവ ഭൂമിയിൽ പതിക്കുന്നതോടെ കൂറ്റൻ ഗർത്തങ്ങളും ഭൂമിയിൽ രൂപപ്പെടും. നിലവിൽ ആകാശത്ത് നിന്നെത്തുന്ന ശത്രു ആയുധങ്ങളെ തകർക്കാൻ കെൽപ്പുള്ള യുക്രൈന്റെ പ്രതിരോധ സംവിധാനങ്ങൾക്ക് പുറത്തുനിന്നാണ് ഇവ വർഷിക്കുന്നത്. അതിനാൽ ആകാശത്ത് വെച്ച് ഇവയെ തകർക്കുക അത്ര എളുപ്പമല്ല. യുക്രൈന്റെ താപവൈദ്യുത നിലയങ്ങൾ, പ്രതിരോധ ഗവേഷണ കേന്ദ്രങ്ങൾ, സൈനിക ക്യാമ്പുകൾ തുടങ്ങിയവ ലക്ഷ്യമിട്ടാണ് റഷ്യ ബോംബുകൾ വർഷിക്കുന്നത്. യുക്രൈനിൽ സൈന്യ പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്ന കേന്ദ്രങ്ങളെല്ലാം തകർക്കുക എന്നതാണ് റഷ്യയുടെ ലക്ഷ്യം. അതിനുവേണ്ടിയാണ് പഴയ യുദ്ധ ഉപകരണത്തെ പുതിയ രൂപത്തിലേക്ക് മാറ്റിയെടുത്തത്. സോവിയറ്റ് കാലത്തെ അത്ര പ്രഹരശേഷിയില്ലാത്ത ബോംബിനെ മാരക പ്രഹരശേഷിയുള്ളതാക്കി എങ്ങനെ മാറ്റിയെടുത്തുവെന്ന് നോക്കാം. FAB 1500 ഗ്ലൈഡിംഗ് ബോംബിനെ ശത്രുവിന് അടുത്തെത്തി ഉപയോഗിക്കേണ്ടതില്ലെന്നതാണ് വലിയ പ്രത്യേകത. ഇരുവശത്തും ചിറകുകൾ ഘടിപ്പിച്ച ഇവയ്ക്ക് ഭൂമിയിൽ നിന്ന് 100 മീറ്ററോളം ഉയർന്നു നിൽക്കുന്ന ഫൈറ്റർ ജെറ്റിൽ നിന്ന് വേർപെട്ടാലും വായുവിൽ സ്വതന്ത്രമായി നിൽക്കാനാകും. മടങ്ങിപ്പോരുന്ന ഫൈറ്റർ ജെറ്റിൽ നിന്ന് പിന്നീട് അവയെ GPS സംവിധാനം വഴി നിയന്ത്രിച്ച് ലക്ഷ്യസ്ഥാനത്ത് പതിപ്പിക്കാൻ കഴിയും. FAB 1500 ഗ്ലൈഡിംഗ് ബോംബിന്റെ ആക്രമണത്തെ തുടർന്ന് യുക്രൈൻ സൈന്യത്തിന്റെ തന്ത്രപ്രധാന സ്ഥലങ്ങളിൽ കാര്യമായ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നാണ് വാർത്തകൾ പുറത്തുവരുന്നത്. 48 മണിക്കൂറിനിടെ 250 ബോംബുകൾ റഷ്യ വർഷിച്ചതായും പറയുന്നുണ്ട്. മോസ്കോയ്ക്ക് സമീപത്തെ പ്രതിരോധ സാഗ്രി നിർമ്മാണ പ്ലാന്റിൽ FAB 1500 ഗ്ലൈഡിംഗ് ബോംബിന്റെ കൂടുതൽ എണ്ണം നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. വരും നാളുകളിൽ യുക്രൈനെതിരെ കൂടുതൽ ബോംബുകൾ വർഷിക്കുമെന്നും പറയുന്നു. യുക്രൈന് നൽകുന്ന അധിക സൈനിക സഹായത്തിൽ ആക്രമണ പരിധി ഇരട്ടിയാക്കാൻ ശേഷിയുള്ള $2.2 ബില്യൺ മൂല്യം വരുന്ന ദീർഘദൂര മിസൈലുകൾ അമേരിക്ക കഴിഞ്ഞ വർഷം നൽകിയതാണ് റഷ്യയെ ചൊടിപ്പിച്ചത്. അന്നു മുതൽ സോവിയറ്റ് കാലത്തെ FAB 1500 ബോംബ് പരിവർത്തനം ചെയ്യാനുള്ള ശ്രമത്തിലായിരുന്നു റഷ്യ. ഇത് വിജയം കണ്ടതോടെയാണ് യുക്രൈനെതിരെ ഇപ്പോൾ ആക്രമണം തുടങ്ങിയിരിക്കുന്നത്. 2022 ഫെബ്രുവരിയിൽ അയൽരാജ്യമായ യുക്രൈനിൽ റഷ്യ നടത്തിയ അധിനിവേശവും തുടർന്ന് ഇരു രാജ്യങ്ങൾക്കുമിടയിലും ആരംഭിച്ച സംഘർഷവും ഇപ്പോഴും രൂക്ഷമായി തുടരുന്നതിന്റെ തെളിവാണ് പുതിയ സംഭവ വികാസങ്ങൾ. യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയെ പുറത്താക്കി തങ്ങൾക്ക് അനുകൂലമായ ഒരു ഭരണകൂടത്തെ പ്രതിഷ്ഠിക്കാനും അതുവഴി യുക്രൈനെ പൂർണ്ണമായും തങ്ങളുടെ വരുതിയിലാക്കാനുമായിരുന്നു കീവ് ലക്ഷ്യമാക്കി മുന്നേറിയ റഷ്യൻ സൈന്യത്തിന്റെ ആത്യന്തിക ലക്ഷ്യം. എന്നാൽ യുക്രൈനിൽ സൈന്യവും അവരോടൊപ്പം ചേർന്ന് ജനങ്ങളും നടത്തിയ അതിശക്തമായ പ്രതിരോധത്തിൽ ശക്തരെന്ന് പൊതുവെ കരുതപ്പെട്ടിരുന്ന റഷ്യൻ സൈന്യം പകച്ചു പോകുന്നതാണ് പിന്നീട് കണ്ടത്. എപ്പോൾ അവസാനിക്കുമെന്നോ ഇതിന്റെയൊക്കെ ഫലം എന്താവുമെന്നോ ആർക്കും പ്രവചിക്കാൻ കഴിയാത്ത രീതിയിൽ സങ്കീർണമായിരിക്കുകയാണ് റഷ്യ യുക്രൈൻ യുദ്ധരംഗം. ശക്തനായ ഭരണാധികാരി, കരുത്തനായ യുദ്ധതന്ത്രജ്ഞൻ തുടങ്ങിയ വിശേഷണങ്ങൾക്ക് റഷ്യയുടെ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ എത്രത്തോളം അർഹനാണെന്ന ചോദ്യവും പല കോണുകളിൽ നിന്ന് ഉയർന്നു തുടങ്ങിയിട്ടുണ്ട്.